അപ്പോൾ മച്ചാന്മാരെ, മൂന്നാമത്തെ ദിവസത്തിലാണുള്ളത്. നമ്മളിപ്പം ഗോവയിലാണുള്ളത്. ഗോവയിലെ ഒരു പബ്ബെന്ന് പറയാൻ പറ്റില്ല, ഹോട്ടലെന്നും പറയാൻ പറ്റില്ല, ഇതിനിപ്പോൾ എന്താ പറയാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ കിടന്നത് ഈ ബെഡിലും തൊട്ടപ്പുറത്തെ ബെഡിലും ഞാനും കുഞ്ഞിനും കിടന്നത്. ഇതൊരു മലയാളി കിടന്ന ബെഡാണ്. ഇവിടെ കുറേ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡൈനിങ് റൂമെന്നല്ല, ഇവിടെയും ആളുകൾക്ക് ഹോസ്റ്റൽ പോലെ കിടക്കാൻ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെറ്റ്സിനൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൂണ എന്നായിരുന്നു അവിടെ ഒരു പട്ടിക്കുട്ടിയുടെ പേര് വരുന്നത്. കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കംപ്ലീറ്റും നല്ല ഒരു വൈബ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ മീൻസ് എന്താ, പ്രൈവസി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊന്നും വന്നിട്ട് കാര്യമില്ല. മീൻസ് കപ്പിളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹോസ്റ്റൽ പോലത്തെ ഇതൊന്നും വരുന്നിട്ട് കാര്യമില്ല. ഇതിപ്പം ചെറിയ പൈസയ്ക്ക് ഒരു സ്റ്റേ, ഒപ്പം എല്ലാത്തിനും ഫ്രീഡവും ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പുറത്ത് ഇപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, വെള്ളം അടിക്കുന്നവർക്ക് വെള്ളം അടിക്കാം, സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കാം, അങ്ങനെ എല്ലാത്തരം ഫ്രീഡമൊക്കെ ഉണ്ട്. അവിടെ മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ടോയ്ലറ്റാണ്. അപ്പം നമ്മൾ ഗോവയിൽ നിന്ന് മെല്ലെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനിങ് തുടങ്ങുമായിരുന്നു. അപ്പം വണ്ടിയൊക്കെ നല്ലോണം പാക്ക് ചെയ്ത് സെറ്റാക്കി പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹോട്ടലല്ല, ആ ഒരു ഹോസ്റ്റൽ മോഡലിലുള്ള ആ ഒരു സംഭവം. ഇതിനിപ്പോൾ എന്താ പറയാന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എൻട്രൻസിൽ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ കളറാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, എന്നാലും അത്രയ്ക്കും അങ്ങോട്ട് ആയിട്ടൊന്നുമില്ല. ബങ്ക്ഡ് എന്നാണ് കടയുടെ ഈ ഹോം സ്റ്റേയുടെ പേര്. BUNKD എന്നാണ് വരുന്നത്. അഞ്ജുവാന ബീച്ചിൻ്റെ സമീപമായിട്ടാണ്, അഞ്ജുവാന ബീച്ചിൻ്റെ സമീപം. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഗോവയിലെ ബാക്കി കാണാനുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എവിടെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു പള്ളി ഉണ്ടല്ലോ, ബസിലിക്ക ഓഫ് ഡോം, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള അവിടേക്കാണ് നേരെ പോകുന്നത്. ചെറുതായിട്ടൊന്ന് പണി പാടിയിട്ടുണ്ട്. ഞങ്ങൾ അടിച്ച പള്ളി മാറിപ്പോയി. ഇപ്പോൾ എത്തിയിരിക്കുന്നത് വേറെ ഏതോ ഒരു പള്ളിയിലാണ്. സംഭവം ഇപ്പോൾ അവിടുന്ന് 15 കിലോമീറ്റർ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇപ്പോഴാണ് അറിയുന്നത് ആ പള്ളിക്ക് ഡോം ജീസസ് ബസിലിക്ക എന്നാണ് സംഭവം. അടിച്ചു കൊടുത്തപ്പോൾ ആദ്യം ഇതാണ് വന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചതാണ്. സംഭവം വഴി തെറ്റിപ്പോയി, വെറുതെ 15 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ അത് കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ 25 കിലോമീറ്റർ പുറകോട്ട് പോകണം. അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ 25 കിലോമീറ്റർ തിരിച്ച് വന്ന് വീണ്ടും പോകണം മുകളിലേക്ക്. അപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾ ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളി കാണണ്ടാന്ന് വെക്കാമല്ലേ കുഞ്ഞാ? 25 കിലോമീറ്റർ ഇനിയും പുറകോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ദൂരമായിപ്പോയി. മാത്രമല്ല മാരക തിരക്കുമാണ്. ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നത് ഒരു 500 ഹമ്പ് ചാടിയിട്ടാണ്. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ അതിലും വലിയ അവസ്ഥയായിരിക്കും. നല്ല തിരക്കും റോഡ് പണിയും അതും ഇതുമൊക്കെ ആയിട്ട് ആകെ റഷാണ് ഗോവ ഫുള്ള്. അതുകൊണ്ട് ഇന്നും പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഉറക്കക്ഷീണവും അതും ഇതുമൊക്കെ ആയിട്ടായിരുന്നു. ഇന്നിപ്പോൾ നേരത്തെ എവിടെയെങ്കിലും പോയി പറ്റുന്നിടത്ത് ഇന്നിപ്പോൾ ഇങ്ങനെ ഡെസ്റ്റിനേഷനൊന്നുമില്ല. പൂനെയാണ്, എന്നാലും പൂനെ എത്താൻ ചാൻസ് ഇല്ല. 400 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്താലും പൂനെ എത്താൻ ചാൻസ് ഇല്ല. നോക്കട്ടെ. അപ്പോൾ കിട്ടുന്നിടത്ത് ടെൻറ്റ് അടിച്ച് പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ എന്താവും എന്ന് അറിഞ്ഞുകൂടാ. ആകാശമൊക്കെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ വന്ന പള്ളി. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് കാണാൻ പോക്ക് നടക്കില്ല. അതിനിയിപ്പം വേറെ എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മെല്ലെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പിടിക്കുക. ഇനിയിപ്പോൾ നേരെ പൂനെക്ക് വെച്ച് പിടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി പോലെ. ഒന്നും കഴിച്ചില്ല. കുഞ്ഞാ വിശക്കുന്നുണ്ടോ? ചെറുതായിട്ടല്ലേ? ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാം. അപ്പോൾ ഇനി ബാക്കി ഓൺ ദ വേയിൽ കാണാം. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നിച്ചങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞൻ മസാല ദോശയും സൗത്ത് ഇന്ത്യൻ താളിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ എന്ത് താലിയാന്ന് തമ്പുരാന് മാത്രം അറിയാം. എന്തായാലും ഇനി ബാക്കി കഴിച്ചിട്ട് പറയാം. കുറച്ച് കഴിയുമ്പോൾ അറിയാന്നാ.
അങ്ങനെ സാധനം വന്നിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട് 2 ചപ്പാത്തിയാണോ ഇത് മറ്റേ സാധനമാണോ എന്തോരം ഇതെന്തോ ഒരു റൈസാണ്. ഇതൊക്കെ എന്താണെന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ ഇതിപ്പം ഇതിനെക്കാട്ടും കൂടുതൽ അത് തന്നെയാന്ന് തോന്നല്ലോ. ഇതിപ്പോൾ ഞാൻ ആരായി? മസാല ദോശ ചെറുതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇവിടെ അതിലും ശോകമാണ് പോകും. എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയുണ്ട് മസാല ദോശ? അടിപൊളിയാണ്. ഉള്ളിലത്തെ മസാല ഒന്ന് കാണിച്ചേ. നടുക്ക് കഴിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അതാ ഞാൻ ഉള്ളിക്കൂടെ നോക്കി. അത് കഴിച്ചോക്ക്. ചോദിച്ചു പോയവൻ. ഓക്കെ, ഞാൻ ഈ ചോറാണോ എന്താണോ ഞാൻ കഴിച്ചു നോക്കട്ടെ. രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ പൂനെക്കാണ്. ഈ റോഡ് വളരെ പരിതാപകരമാണ്. കൺസ്ട്രക്ഷൻ നടക്കായതുകൊണ്ട് ഫുള്ള് പൊടിയും ആകെ ചൂടും പൊടിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ എനിക്ക് അറിയാവുന്ന ഭാഷ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് 12 കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ എന്ന്. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കിലോമീറ്റർ കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞത്. എന്താണെങ്കിലും 12 കിലോമീറ്ററെങ്കിൽ 12 കിലോമീറ്റർ നേരെ പോകുക തന്നെ. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. മസാല ദോശയ്ക്ക് 60, താലിക്ക് 100 അങ്ങനെയാണ് റേറ്റ് വന്നത്. കുഞ്ഞൻ മരിക്കാർ, കുഞ്ഞാണ്ടി മരിക്കാർ. എന്താ പരിപാടി? ചെറുതായിട്ടൊക്കെ ഓക്കെ. പക്ഷെ ആ കൈ സൈലൻസറെ പോയി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സു എന്ന് പറഞ്ഞ വെച്ചേക്കും. എന്ത് ഷു നല്ല ഷൂ ഉണ്ടാവൂല. അപ്പോൾ അതെങ്ങനെയാ സൈലൻസറിന് അവിടെ എങ്ങനെയൊരു അവിടെ ഇവിടെ വെളുത്തിരിക്കുന്ന രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, വണ്ടി മറയാൻ തുടങ്ങിയത്. അപ്പൊ നീ വൃത്തിയാക്കിയതല്ലേ? അത് പറ. എവിടെ പോയിട്ടില്ലല്ലോ. നമ്മൾ പോയതെല്ലാം ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഗൈസ്, ഈ ഗൂഗിൾ അമ്മച്ചീനെ ഒരു കാലത്ത് വിശ്വസിക്കരുത്. നല്ല പൂനെയിലേക്കുള്ള നല്ല നാഷണൽ ഹൈവേ മുമ്പിൽ കിടന്നിട്ട് ഞങ്ങളെ പെട്ടെന്ന് എത്തുന്ന വഴി ഞാൻ പറഞ്ഞ് കയറ്റിയതാണിത്. ഭയങ്കര കട്ടറായിരുന്നു. ഭയങ്കര കട്ടറെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടർ. പക്ഷെ അതിലൂടെ വണ്ടി വരുന്നുണ്ട് താനും. അതിപ്പോൾ ഏതാ ശരിക്കുള്ള വഴിയെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അതാ സത്യം. ഈ ഭാഗത്തെ പ്രധാന വരുമാന മാർഗം നെല്ല് കൃഷികളൊക്കെ തന്നെയാണ്. എന്താ പറയുക, എല്ലാ 2 സൈഡിലേക്ക് നോക്കിയാലും ഫുള്ള് നെൽപ്പാടങ്ങളും പിന്നെ ചെറിയ ചെറിയ കുടിൽ പോലത്തെ വീടുകളും ഒക്കെ ആയിരുന്നു. ചെറിയൊരു ഗ്രാമത്തിൽ കൂടെയാണ് ഗൂഗിളും വെച്ച് ഞങ്ങളെ കൊണ്ടുപോയതെന്നറിയാം. ഗ്രാമവും പിന്നെ ചെറിയ ചെറിയ അങ്ങാടികളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലം. ഈ റൂട്ടിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു ഫോറസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല വലിയ ഭയാനകമൊന്നും അല്ലാത്ത, എന്നാൽ എന്താ പറയുക, സിംഹത്തിൻ്റെയൊക്കെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുള്ളൊരു ഫോറസ്റ്റിലെത്തി. അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, കുഞ്ഞൻ എന്നെ തേച്ച് ഗൈസ്. അവനെന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. വെള്ളം കുടിക്കാൻ നിർത്തിയതായിരുന്നു. അവിടെ എന്താ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡുണ്ടെന്ന് പറഞ്ഞ ആശാനങ്ങ് പോയതാണ്. ഇങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങ് മോട്ടർ കഴുകിയിട്ട് പോവാം. അങ്ങോട്ട് നിർത്തിക്കോ, ഇതിലെ അങ്ങോട്ട് പോകും. അങ്ങനെ ഇറക്കി
സീനില്ല സേഫ് അല്ലേ? എടാ ഒരു മിനിറ്റ്. ഗൈസ്, അങ്ങനെ ലൈവായിട്ട് തന്നെ കുഞ്ഞാണ്ടി വരയ്ക്കാർ വണ്ടി ആദ്യമായിട്ട് വീടിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വണ്ടി മേടിച്ച പിന്നെ ആദ്യമായിട്ട് മേടിക്കുന്നയാള് കുഞ്ഞാണ്ടി വരയ്ക്കാർ. ആൾക്കും വണ്ടിക്കും ഒന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഈ കട്ടിങ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒന്ന് ലോക്കായി പോയതാ. അല്ല ഇവിടെ അല്ലല്ലോ, എന്തോ താഴേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. വണ്ടിയുടെ വെയിറ്റും രണ്ടുപേരുടെ ബാഗിൻ്റെ വെയിറ്റ്. കീ ഓഫ് ആക്കിയല്ലോ. അങ്ങനെ മൊത്തത്തിൽ നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം. ആർക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിരുന്നോ. ഞാൻ ഇവനെ ഒന്ന് പറഞ്ഞു വിട്ടതാ മുകളിലേക്ക് വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ആശാൻ വരുന്നതിൻ്റെ ഒരു വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നപ്പോൾ തന്നെ ലൈവായിട്ടൊന്ന് പറഞ്ഞു വിട്ടുണ്ട്. വണ്ടിക്കൊന്നും പറ്റിയില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നൈസായിട്ട് മുഖമൊക്കെ കഴുകി പോകണം. പേടിച്ചില്ലേ? സീനൊന്നുമില്ല. ഇനി മുഖം പോയി കഴുകിയോ. ഹാർട്ട് ബീറ്റ് ഇയർഫോണിൽ കിട്ടുമായിരുന്നു. ഞാൻ വേണേൽ പകർത്തി എടുക്കായിരുന്നു. അത് ഈ സൈഡിലല്ലേടാ, ആ സൈഡിലെന്താ? ആ കാണുന്നൊക്കെ നല്ല അടിപൊളി കിടിലം വെള്ളച്ചാട്ടമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എത്രമാത്രം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണേലും പൊളി സ്പോട്ടാട്ടോ. ഇങ്ങനെ വരുന്നവർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലും ഇതിലൊന്നും കയറി വെറുതെ അപകടം വിളിച്ചു വരുത്താതിരിക്കുക. മാക്സിമം സേഫായിട്ടിരിക്കുക. പാറയൊക്കെ സ്ലിപ്പറി ആയിരിക്കും. താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞിനിവിടെ ചെറിയ ഭയമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കുഞ്ഞിൻ്റെ ദിവസം അല്ലാന്നാ പറഞ്ഞത്. കുഞ്ഞാ, സീനൊന്നും ഇല്ലടാ. എന്ത് സീന്? അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പിടിക്കാം.
ഗൈസ് ഒരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും പൊളിയാണ്. ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ ഒരു വലിയൊരു വഴിയും വലിയൊരു പുഴയും കണ്ടു. അപ്പം അങ്ങനെ വന്നു. ദൈവം ഇത് പുഴയിലേക്കാണ്. ഓഹോ, ഇവിടെ കുളിക്കാൻ പറ്റുമോ? ഇവിടെ കുളിക്കണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല കിടിലൻ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. സംഭവം നമ്മൾ എന്താ പറയുക, റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറിയതാണ്, വെറുതെ കയറിയതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയൊരു റോഡ് കണ്ടു. നല്ലൊരു രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് സൈഡിലൊരു തോട് പോലെയാണെന്ന് തോന്നിയത്. അവിടുന്ന് കയറിയപ്പോൾ ചെറിയൊരു കര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു അടിപൊളിയൊരു സ്പോട്ട്, എന്ന് വെച്ചാൽ കുറേ ലോങ് ആയിട്ട് ഇങ്ങനെ ദൂരം കിടക്കുന്ന അടിപൊളിയൊരു സ്പോട്ടാണ് കണ്ടത്. ഇങ്ങനെ ദൂരേക്ക് കുറേ കാണാനും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളൊരു വൈബുകളൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ പോകുന്നത്. ഇന്ന സ്ഥലങ്ങളൊന്നും ഇല്ലാണ്ട്, പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വന്ന് കയറുന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇതിപ്പം എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കയറിയതേ ഉള്ളൂ. ആരെയും പിടിച്ച് തല്ലിയ കിട്ടിയ പോലെ ഇരിക്കണം, അത്രേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും പൈസ ഒതുക്കുക. ഇപ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് ഇഞ്ചി ചായ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് 2 ചായ പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് ഒരു ചായക്ക് 20 രൂപ, ബിസ്ക്കറ്റ് 5 രൂപയുടെ അതിന് 10 രൂപ, അങ്ങനെയാണ് റേറ്റ് വന്നതെന്ന്. ആ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിട്ട് ഹാർട്ടിന്റെ ചോദ്യം കേട്ടില്ല. അങ്ങേര് നല്ലായിരുന്നു, ഭാഗ്യം. കിട്ടുന്നോടത്താ പെട്രോൾ പമ്പിൽ അടിക്കാം. നല്ലൊരു ക്യാമ്പിൽ കൊണ്ട് പോവാടെ നമ്മളെ. ഞങ്ങൾ കുറേ കാടും മലയും ചുരം പോലുള്ള സ്ഥലങ്ങളും വലിയ വ്യൂ പോയിൻ്റും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു NH കിട്ടിയതാണ്. അടിപൊളി റോഡാണ്, സീനൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ച് പോകുന്നില്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ജെർക്കിംഗ് ആണ് വണ്ടി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവരുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം എന്താ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കൃഷി, കന്നുകാലികൾ. ഓ, ആ ചുമന്ന കൊമ്പുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ എൻ്റെ മോനെ, അതിൻ്റെയൊക്കെ ഒരു കുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. കുത്തല്ല, അതിങ്ങനെ കോരി എറിയുക ചെയ്യുള്ളൂ തോന്നുന്നു. നമുക്കൊരു കേരളം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോട്ടിൽ ഫുള്ള് എന്താ ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ്. ഇതുപോലെ തന്നെ നാൽക്കാലികൾ, അതിപ്പം ആടുകളാണെങ്കിലും പശുക്കളാണെങ്കിലും പട്ടികളാണെങ്കിലും അങ്ങനെ പല ഐറ്റംസിനെ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റും. അതൊക്കെ എന്താ പറയുക, ഓരോ സ്ഥലങ്ങളിലുള്ള അവരുടെ വരുമാന മാർഗ്ഗമാണ്. പക്ഷേ എല്ലാവരും തന്നെ റോട്ടിലാണ് ഉണ്ടാവൽ. മിക്കപ്പോഴും അത്യാവശ്യം ഒന്ന് സ്പീഡൊക്കെ എടുത്ത് വരുമ്പോൾ റോഡിൻ്റെ നടുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെ നിൽക്കൽ കാണലുണ്ട്. ചില ലോറികളൊക്കെ പശുവിൻ്റെ മുമ്പിൽ വന്ന് ബ്രേക്ക് നിർത്തും. നമ്മൾ പുറകെ നിന്ന് വരുന്നവർക്ക് അത് അവർ സൈഡിൽ നിർത്തിയിട്ടതായിട്ടായിരിക്കും തോന്നുക. അവർ ഹോൺ അടിക്കുമ്പോൾ അവറ്റകൾ കറക്റ്റ് റോഡിൻ്റെ നടുക്കേക്ക് ഒറ്റ ചാട്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ലോറീനെ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ വന്ന് പെട്ടുപോകും. അപ്പോൾ മാക്സിമം ഇതിലൊക്കെ വരുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റോഡിൽ ഏത് നിമിഷവും അപകടം ഉണ്ടാവും. ഞങ്ങൾ തന്നെ ഒരു 3-4 വട്ടം ഇതേ സാധനം, ഈ പശുവിനെ തന്നെ ഇടിക്കാനുള്ള ഒരു രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് ഈ റോഡിന് നടുക്ക് നിൽക്കുന്ന സാധനങ്ങൾ. സോ മാക്സിമം കെയർഫുള്ളായിട്ട് പോയിട്ട് വരിക ഇങ്ങനെ പോകുന്നവർ. ഗൈസ്, അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പിന്നെ
രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ അല്ല ഉച്ചയ്ക്കാണ് നമ്മൾ കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം എന്താ പറയുക, ചപ്പാത്തി ആണ്. പക്ഷേ അതിന് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന കറിയാണ്. ആ കറിക്ക് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്ക് 60 രൂപയാണ് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിലെ തനി ഒരു പയറ് കറി. ആ ചപ്പാത്തിക്ക് ഒരെണ്ണത്തിന് 15 രൂപ. അത് വലിയ നഷ്ടമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 നാട്ടിൽ കിട്ടുന്ന 3 ചപ്പാത്തിയുടെ വലുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തനി പയറ് കറിയായിരുന്നു. ഇവിടെ വന്നൊരു ഹോട്ടലൊക്കെ ഇട്ടാലോ എന്നൊന്ന് ആലോചിച്ച് പോയി. പിന്നെ ഉണ്ടായത് ആ സവോളയ്ക്കകത്ത് അവർ കൈ പിടിച്ച പാടുകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. എന്താ പറയുക, ചെളിയൊക്കെ ആയിട്ട് കൈയൊക്കെ പിടിച്ച പാടുകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് സവോളയൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ചപ്പാത്തിയും ആ കറിയും കൂട്ടിയിട്ട് പോന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ചോദിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 20 മിനിറ്റിനുള്ളിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാഗിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ടെൻറ്റിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെൻ്റ് ആയതുകൊണ്ട് 2 പേർക്ക് കിടക്കുകയും ഒരു സൈഡിൽ ഫുള്ള് നമുക്ക് ലഗേജ് കാര്യങ്ങൾ വെക്കുകയും ചെയ്യാം. മാക്സിമം 24 hours വർക്കിംഗ് ആയിട്ടുള്ള പമ്പിൽ തന്നെ ടെൻ്റ് അടിക്കാൻ ശ്രമിക്കുക. പിന്നെ ആരാൻ്റെ പറമ്പിലൊക്കെ പോയി ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ടെൻറ്റ് പോയിട്ടൊരു സാധനം ഉണ്ടാകുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. സോ ഇനിയും കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ.